രാത്രി ഇതൊന്ന് ക്ഷീണിച്ചു പോയല്ലോ. എടാ വിനായ, നല്ല സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓർഡർ ഇട്ടാ ഭയങ്കര ചൂടല്ലേ? ഉണ്ട്, എനിക്ക് അത്ര തോന്നുന്നില്ല. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. പിന്നെ കുറച്ച് വെള്ളം കുടിക്കണേ, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരും. നന്ദിനി അടുത്തേക്ക് ദാഹിക്കുന്നില്ലേ? ദാ എടുത്ത് കുടിച്ചോ. നല്ലോണം പൊള്ളിയാ നന്ദിനി എടുത്തി. പിന്നെ ചൂടുള്ള പണമായിരിക്കും. ആ, ചക്കനെ വെച്ചത് കൊക്കിനെ കൊണ്ടതല്ലേ? നന്നായി. എനിക്കിട്ട് വെച്ച പാര തിരിച്ചു കിട്ടിയതല്ലേ? എന്തായിരുന്നു നന്ദിനെടുത്തി? വീട്ടിലായാലും പുറത്തായാലും ഒരുപോലെയാണല്ലോ. വണ്ടിയുടെ ബാക്കി ടർക്കിയിൽ പോണ്ട്. ഒന്ന് തുറച്ചിട്ട് വാ. എന്ത് പറയാനാ വേദേ, അത് അങ്ങനെ ഒരു ജന്മം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം പൊള്ളിയടി. എനിക്ക് ബിസ്ക്കറ്റ് വേണം. ഇതാ അയ്യോ അയ്യോ, ഏയ് സൂക്ഷിച്ച്. എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? അച്ഛാ, എന്താ? മഷ എന്താ പറ്റേ? ഒന്നുമില്ല. അച്ഛമ്മ, കണ്ണു മൂക്കൂലാതെ ഓരോരുത്തർ പായുന്നേ. സൂക്ഷിച്ചാൽ നമുക്കുള്ള അച്ഛൻ നടക്ക. നമ്മളെ ഇപ്പോഴും ഓറഞ്ച് അരിയുണ്ടാ? വേണ്ടേ? വേണം. ഒരെണ്ണേ ഉള്ളൂ എനിക്ക്. നാടി ഓറഞ്ച്. എനിക്ക് വേണ്ട. നന്ദിനിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീണിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. താങ്ക്സ്. ഈ യാത്ര കഴിയുന്നവരെങ്കിലും ഉള്ളിലുള്ള പാര എടുത്ത് അറ്റത്ത് വെക്ക്. അപ്പൊ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി മൊത്തം എനിക്ക്. ഏയ് വിക്രം, അതിനെ വലിച്ചെറിയല്ലേ? ഒരു കവറിൽ സൂക്ഷിച്ചു വെക്ക്. വേസ്റ്റ് ബോക്സിൽ എവിടെയെങ്കിലും കൊണ്ടിടാം. എന്ത് സാധനം കിട്ടിയാലും ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ശീലം ആദ്യം നിർത്തണം. വേദ, എനിക്കൊരു സംശയമുണ്ട്. കുറെ നേരമായിട്ട് നമ്മളെ ഒരു വണ്ടി പിന്തുടരുന്നുണ്ട്. ആ വണ്ടിയെ നേരത്തെ അച്ഛൻ ഇടിച്ചാ വന്നത്. നോക്കി. ആ, നമ്മൾ ചിതറാവൻ മലയുടെ അടിവാരത്തെത്തി. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുണ്ട്. എന്നാ എല്ലാരും ഇറങ്ങിക്കും. അച്ഛനമ്മ ഇറങ്ങുന്നില്ലേ? നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വണ്ടി ഇരുന്നോളാം. അതെ, ഞാനും വരുന്നില്ല മക്കളെ. കാല് വയ്യ. നിങ്ങളെ ചെല്ലേ. മലയുടെ ബാഗ് അങ്ങ് തീർപ്പം. എനിക്ക് അതിന്റെ മോളിൽ എന്റെ കൈ പിടിച്ചോണേ. എന്താ? അതിലാരുമില്ല. ശ്രീ ചേച്ചി കൊണ്ട് എന്നാ പിന്നെ വിക്രമിന് വെറുതെ തോന്നിയതാവും. നടക്ക്. അപ്പൊ മോളെ ഓടിക്കറോ മോളെ? പിന്നെ എടാ, നീ വരുന്നില്ലേ? നിങ്ങൾ നടന്നോ, എനിക്ക് പോരാ. എന്താ ഒരു നോക്ക് വിക്രം, സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളതല്ല ഇത്. ആദ്യകാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു. പിന്നീട് ഭഗവതി ആരാധിച്ചു തുടങ്ങിയത്. പണ്ടൊരിക്കൽ ഞാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടൊരു കഥയുണ്ട്. ഒരിക്കൽ താഴെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഇവിടെ മലയിലെത്തിയത്ര. അവളെ ഒരു കാട്ടുമൃഗം പിന്തുടരുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ അഭയം പ്രാപിച്ചതോടെ അവൾ രക്ഷപ്പെട്ടു എന്ന കഥ. ഇത്തരം കഥകളൊക്കെ എല്ലാ സ്ഥലത്തും കാണില്ലേ? അത് ശരിയാ. പക്ഷേ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദേവി എന്ന് പറയുമ്പോ ആളുകൾക്കൊരു സമാധാനം കൂടുതൽ ഉണ്ടാവുമല്ലോ. അയ്യോ നന്ദിനെടുത്തി എന്താ എന്തുപറ്റി മോളെ? എന്തുപറ്റി? ഏതോ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ വന്നതാ. പെട്ടെന്ന് ആരോ പുറകിൽ തന്നെ തള്ളിയിട്ട്. തള്ളിയെന്നോ? ആര്? അറിയില്ല. ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ലല്ലോ. എവത് വെറുതെ തോന്നിയതായിരിക്കും. എന്നാലും നമുക്ക് ഇറങ്ങാം. അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ? വാ നടക്ക്. സൂക്ഷിച്ചു മോളെ, സൂക്ഷിച്ചു. എന്ത് പറയാനാ? നന്ദിനിയുടെ എന്റെ പുറകെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വേദയെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതുണ്ടായത്. നന്ദിനിയെടുത്ത് പൂച്ച വരുമ്പോലെ എന്റെ പുറകെ വന്നത് എന്നെ തള്ളിയിടാനൊന്നും അല്ലല്ലോ അല്ലേ? എന്താ വേദ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ തോന്നി? നന്ദിനി അടുത്ത് ആരെങ്കിലും തട്ടിയിട്ടതാണെങ്കിൽ അങ്ങനെ ഒരാളവിടെ കാണേണ്ടതല്ലേ? ഇനി അവിടെ വല്ല പ്രേതോപാതയല്ലോ ഉണ്ടാവുമെന്നോ? അവിടെ പോയ വേറെ ആർക്കും ഒരു പ്രശ്നം തോന്നിയില്ല. നന്ദിനിയെ മാത്രം തെരഞ്ഞു പിടിച്ച് തള്ളിയിടുന്ന ഏത് ബാധയാ? അത് പറയാൻ പറ്റില്ലമ്മേ. ഇവളുടെ തന്നെ സ്വഭാവമുള്ള ഏതെങ്കിലും ബാധയാണെങ്കിലോ ആ ബാധ അവിടെ ഉള്ളപ്പോ പുറത്തുനിന്ന് എവളുടെ ആവശ്യമില്ലെന്ന് ആ ബാധയ്ക്ക് തോന്നി കാണും. എനിക്ക് സംശയം ആ ബാധയുടെ പേര് വിനായകൻ എന്നാണോന്നാ. അത്രയും നേരം എന്റെ അടുത്ത് ഉണ്ടായിരുന്ന നിങ്ങള് ആ നിമിഷം മാറിപ്പോയത്. സത്യം പറഞ്ഞു, നിങ്ങൾ എന്നെ തള്ളിയിട്ടിട്ട് പോയത് തന്നെയല്ലേ? അതിനെ പലപ്പോഴും നിന്നെ തള്ളി താഴെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഞാനല്ല, ഉറപ്പ്. നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലട്ടാ. പറഞ്ഞു ടൂറിന്റെ മൂടുകളല്ലേ, എല്ലാരും ഒന്ന് ഉഷാറായിക്കേ. കൊട്ടാരം. അതെ മോളെ, ഇതിന് എത്ര കൊല്ലം പഴക്കമുണ്ടാവും? ഇതിപ്പോ ഒരു 10-500 കൊല്ലം പഴക്കം കാണുമല്ലേ അച്ഛാ? 16-ാം നൂറ്റാണ്ടിലാണ് നിർമ്മാണം. എന്റെ അമ്മോ. ഇതിന്റെ അകത്തുനിന്ന് ഒരു രഹസ്യ തുരങ്കം വഴി അങ്ങ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം വരെ എത്തായിരുന്നു. പിന്നെ പിന്നെ എന്താ സംശയം? ശരിയാണോടാ? വേദ പറഞ്ഞൊക്കെ ശരിയാണോ? എന്ത്? ഈ കൊട്ടാരത്തിൽ നിന്നുള്ള തുരങ്കം അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ എത്തുവോ? പിന്നെ നീ ഇതൊന്ന് സാമൂഹ്യ പഠനത്തിൽ പഠിച്ചിട്ടില്ലേ? അതിന് സ്കൂളിന്റെ തിണ്ണ കണ്ടിട്ട് വേണ്ടേ? ഇല്ല, ഞാൻ പിന്നെ നിലത്തെഴുത്താണല്ലോ പഠിച്ചത്. എനിക്ക് 10ാം ക്ലാസ്സിൽ 215 മാർക്കുണ്ടായിരുന്നു. ഓ, ഡിസ്റ്റിങ്ഷൻ. ഓഹോ, അതൊരു നിസാരമാർക്കല്ല. മോഡറേഷൻ കിട്ടി ജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. സത്യമാണോ വേദ? ഇവിടെ തുരങ്കം ഉണ്ടായിരുന്നോ? പിന്നെ അത് ചെന്ന് കയറുന്നതേ നിലവറയിലേക്കാണെന്നാ പറയപ്പെടുന്നത്. ആണോ? ആ തുറക്കാത്ത നിലവറയിലേക്കോ? ആ, അതിൽ നിറയെ സ്വർണവും രത്നങ്ങൾ മാത്രല്ലേ? ആണല്ലേ? പിന്നെ ആ വഴിയൊന്ന് പോയാ കൈ നിറയെ വാരി തിരിച്ചു വരാം. ആരും അറിയാനും പോകുന്നില്ല. എന്താ നോക്കുന്നത്? ഇനി ഇതായിരിക്കും ഗുഹയിലേക്കുള്ള വഴി. ഒന്ന് കയറി നോക്കിയാലോ? എന്തെങ്കിലുമൊക്കെ ഇതിനകത്തും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടാലോ? മനോഹരമായ യാത്രയായിരുന്നു അത്. ചിരിയും കളിയും സന്തോഷവും നിറഞ്ഞ യാത്ര. അച്ഛൻ മകനെയും മകൻ അച്ഛനെയും തിരിച്ചറിഞ്ഞ് മനോഹര നിമിഷങ്ങളുടെ യാത്ര. ഇത്തിരി സങ്കടങ്ങൾ ഉണ്ടായെങ്കിലും ഇനി വരാനിരിക്കുന്നത് വലിയ ആനന്ദങ്ങളുടെ ദിനങ്ങളായിരിക്കുമെന്ന് ഞാനും വിക്രമം കരുതി. എന്നാൽ എല്ലാ ആനന്ദവും അവസാനിക്കുന്ന ഒരു പ്രഭാതത്തിലേക്കാണ് ഞങ്ങൾ കണ്ണു തുറക്കുന്നതെന്ന് അപ്പോഴറിഞ്ഞില്ല.